ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടി വീട്ടിലിരുന്ന് ബോറടിച്ചു. എങ്കിൽ ഞാനൊരു കഥ പറയാം. കഥയുടെ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കും, ഉത്തരം പറയണേ. എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നു. അവർക്ക് ഫുഡ് കൊടുക്കുവാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങുവാൻ ഞാൻ ടൗണിലെ കടയിലേക്ക് പോയി. എൻ്റെ കയ്യിൽ 1 രൂപ പോലും അപ്പോൾ ഉണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടു. അവൻ എനിക്ക് 1000 രൂപ കടം തന്നു. കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ മറ്റൊരു കൂട്ടുകാരനെ കണ്ടു. അവൻ എനിക്ക് 500 രൂപ കടം തന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 1500 രൂപയുണ്ട്. ഞാൻ ടൗണിൽ എത്തി. കടയിൽ കയറി 300 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. പണം കൊടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ. 1000 രൂപ എവിടെയോ വീണുപോയി. ഞാൻ ആ 500 രൂപ കച്ചവടക്കാരന് കൊടുത്തു. ബാക്കി 200 രൂപ അയാൾ തിരികെ തന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ആദ്യം കടം തന്ന കൂട്ടുകാരനെ കണ്ടു. അവന് ഞാൻ 100 രൂപ തിരിച്ചു കൊടുത്തു. കുറച്ചുകൂടി വന്നപ്പോൾ രണ്ടാമത് കടം തന്ന കൂട്ടുകാരനെ ഞാൻ കണ്ടു. അവന് ഞാൻ 100 രൂപ തിരിച്ചു കൊടുത്തു. ഞാൻ വീട്ടിലെത്തി. എൻ്റെ കടം വീടാൻ ഇനി മൊത്തം എത്ര രൂപ വേണം? 1000 തന്നയാൾക്ക് ബാക്കി 900, 500 തന്നയാൾക്ക് ബാക്കി 400, മൊത്തം 1300. ഈ കണക്ക് ശരിയല്ല. അല്ല ചേട്ടായി, അതെങ്ങനെ ശരിയാവും? 300 രൂപ കച്ചവടക്കാരന് കൊടുത്തില്ലേ? 1300 രൂപ ഇനി കൂട്ടുകാർക്ക് കൊടുക്കണം. മൊത്തം 1600 രൂപ ആയില്ലേ? ആകെ 1500 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാണല്ലോ. ഈ കണക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ?